പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ട് ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. ഓർക്കാമെന്ന് പറയുന്ന പലരും ആമേൻ ഓർക്കാതെ പോകുമ്പോൾ ഹല്ലേലൂയ ഓർത്ത് പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദർശനമുള്ള യോസേഫിനെ മറന്നുപോയ ആമേൻ സഹോദരങ്ങളുടെ നടുവിൽ മറക്കാതെ കണ്ട് വാഗ്ദത്തം ചെയ്തവൻ ആമേൻ അതേ കൈപിടിച്ചുയർത്തി മാനിപ്പാൻ ശക്തനാണെന്ന് ഹല്ലേലൂയ ദർശനമുള്ള യോസേഫിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിലും ദർശനമുള്ള നിന്നിലൂടെ, കാഴ്ചപ്പാടുള്ള നിന്നിലൂടെ, സമർപ്പണമുള്ള നിന്നിലൂടെ യേശു എന്നും ജീവിക്കുന്നുവെന്ന് അനേകർ കാണുകയും അനേകർ വിശ്വസിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നിന്നെ തള്ളി ഒതുക്കാൻ നോക്കിയവരുടെ മുമ്പിൽ ഹല്ലേലൂയ ആമേൻ നിന്നെ വിറ്റുകളഞ്ഞ് ആമേൻ നിന്നെ ആമേൻ ഘോരമൃഗം കടിച്ച് നശിപ്പിച്ചുവെന്ന് ആമേൻ തെളിവ് കാട്ടി വിശ്വസിപ്പിക്കുവാൻ നോക്കിയവരുടെ മുമ്പിൽ ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിലെ ദൈവം ആമേൻ അതേ മേശയൊരുക്കി മാനിപ്പാൻ ശക്തൻ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ ഹല്ലേലൂയ. കുറ്റം പറഞ്ഞ് ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ കുറവുകളുള്ളവനെ ആമേൻ കുറവുകൾ നികത്തി നിറപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ മൗനമായിരിക്കാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഹല്ലേലൂയ. യഹൂദന്മാർ അതേ പ്രമാണം അറിയാവുന്നവർ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഓടിച്ച പാവനിയായ സ്ത്രീ യേശുവിന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ അവൾക്ക് വേണ്ടി യേശു പ്രമാണം ആമേൻ കയ്യിലുള്ളവരോട് ഹല്ലേലൂയ ഇങ്ങനെ സംസാരിച്ചു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. ഇന്ന് രാത്രി ആമേൻ കുറ്റം പറഞ്ഞു ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ ഇന്നലകളിൽ അതെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആമേൻ അതെ ആ അവസ്ഥ ആമേൻ മനസ്സിലാക്കി ആമേൻ നിന്നെ ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ കുറവുകള് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന കരുണാമയനായ കർത്താവ് ഇന്ന് പകലിലും കരം പിടിച്ച് നിന്നെ നടത്തിയെങ്കിൽ ഹല്ലേലൂയ പ്രാണനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഹല്ലേലൂയ ഇന്ന് പകലിലും നിന്നെ സൂക്ഷിച്ചെങ്കിൽ നിന്നെ പരിപാലിച്ചെങ്കിൽ ഹല്ലേലൂയ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഉപവാസ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രിയിലും ആമേൻ അതേ കൃപയാ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ തെരഞ്ഞെടുത്ത് എന്നെ അഭിഷേകം ചെയ്ത ദൈവം ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ തിരുവചനവുമായി നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് തന്റെ പുത്രനായ ക്രിസ്തുവിന് പരിശുദ്ധാത്മാവും ദൈവത്തിന് സകല മഹത്വവും സകല മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെയിരുന്ന് ആമേൻ ഈ സന്ധ്യയിൽ ആമേൻ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി സ്തുതിക്കുവാൻ, പാടുവാൻ, ആരാധിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ അങ്ങൊരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനവുമായി ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി നന്ദി പറയുകയാണ്. ഇന്ന് രാത്രിയിലും ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി അതേ ശ്രോതാക്കളിൽ വെളിപ്പെടുത്തുവാൻ ഇന്നും ജീവിക്കുന്ന ആമേൻ ദൈവം ഹല്ലേലൂയ അത് കണ്ണുനീരോടെ അത് ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നവർക്ക് ആശ്വാസമായി ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി, അതേ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഈ രാത്രി ഹല്ലേലൂയ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് വ്യക്തി ജീവിതങ്ങളെ നിറയ്ക്കണമേ.
ഹല്ലേലൂയ. കർത്താവേ, കണ്ണുനീർ കാണുമ്പോ മനസ്സിലിരുന്ന ദൈവമാണല്ലോ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണല്ലോ. മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണല്ലോ. ഹല്ലേലൂയ. ഈ ലോകം നൽകാത്ത സമാധാനം നൽകി, ഈ ലോകം നൽകാത്ത സന്തോഷം നൽകി, ആമേ, ഈ ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ ആ ദിവ്യ സമാധാനം അനുഭവിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിന് ആമേൻ അത് അനുഭവിക്കുവാൻ കഴിയാതെ ആമേൻ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നത് പോലെ ജീവിതത്തിന്റെ അതേ സമസ്ത മേഖലകളിൽ ഉയർന്നു പൊങ്ങുന്ന സകല പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ സമാധാനത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ അഭിഷേകത്താൽ ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ, ചില വ്യക്തികളെ അവിടെ നിറയ്ക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ചില രോഗികൾ സൗഖ്യമാകും, പാപികൾ മനം തിരിയണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം. അങ്ങയുടെ പൊന്നുനാമം എല്ലാ നിലകളിലും മഹിമപ്പെടുവാൻ സ്വർഗമിടയാണ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഓ ജീസസ്, ഇന്ന് രാത്രിയിൽ പാത്രങ്ങളെ തുറന്ന് അല്പസമയം ഈ പകൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോരാരാധില്ല. എത്ര പേർക്ക് അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശുരാജാവിനെ, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശുരാജാവിനെ. അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ വാഞ്ച, അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശുരാജാവിനെ, അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശുരാജാവിനെ. അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ വാഞ്ച. എത്ര പേർക്ക് അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ഉയർത്തിടുന്നു, അങ്ങേ ഉയർത്തിടുന്നു യേശുരാജാവിനെ, അങ്ങേ ഉയർത്തിടുന്നു, അങ്ങേ ഉയർത്തിടുന്നു യേശുരാജാവിനെ. അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ ആശ, ഓ അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശുരാജാവിനെ. അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശുരാജാവിനെ. ഹല്ലേലൂയ. ഇന്ന്
ഇന്ന് രാത്രി എത്ര പേർക്ക് ആശയുണ്ട്, എത്ര പേർക്ക് വാഞ്ചയുണ്ട് നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവിനെ ഒന്ന് ഉയർത്തുവാൻ. ഹല്ലേലൂയ. കാരണം ഇന്ന് പകലിലും ആമേൻ ജയോത്സവമായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ അവന്റെ കരം നമുക്ക് അനുകൂലമായി ചലിപ്പാനിടയായി തീർന്നില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ഭക്തൻ ചേർന്ന് പാടി ആരാധിച്ച വരികൾ പാടി നമുക്ക് അല്പസമയം ദൈവത്തെ ആരാധിക്കാം. എന്റെ ദൈവം എല്ലാ അനന്യൻ തന്നെ അണച്ചിടുവാനുദീന ചിരകാരി. ചേർന്ന് പാടി കാഴ്ചക്കാരായിരിക്കാതെ കേൾവിക്കാരായിരിക്കാതെ ചേർന്ന് പാടി കരകളടിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഭാരം നിത്യം ചുമക്കുന്നവാ ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. വേളകളിൽ ഭാരം നിത്യം ചുമക്കുന്നവാ ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. നവോര വർണ്ണിച്ചിട നന്മയോരോന്നും നന്ദി കൊണ്ടെന്റെ ഉള്ള തിരയുന്നപ്പാ. നവോര വർണ്ണിച്ചിട നന്മയോരോന്നും നന്ദി കൊണ്ടെന്റെ ഉള്ളം തിരയുന്നപ്പാ. അമ്മേ ദൈവമെല്ലാം ആനന്ദൻ തന്നെ അണച്ചിടുവാനുദീന ചിരകാരി. അമ്മേ ദൈവമെല്ലാം ആനന്ദൻ തന്നെ അണച്ചിടുവാനുദീനം ചിരകാരി. കഷ്ടനഷ്ടരോഗ ദുഃഖവാങ്ങിടുന്നേരോ ഈശനായ ഗേരാവേശു ആശ്വാസമേകോ. കഷ്ടനഷ്ടരോഗ ദുഃഖവാങ്ങിടുന്നേരോ ഈശനായ ഗേരാവേശു ആശ്വാസമേകോ. കഷ്ടകായക പ്രിയ കൂടെയുള്ളതാ ഉയരാം ധൈര്യമായ കാലം പാറി. കഷ്ടകായക പ്രിയ കൂടെയുള്ളതാ ഉയരാം ധൈര്യമായ കാലം പാറി. അമ്മേ ആനന്ദം തന്നെ അണച്ചിടുവാനുദീന ചിരകാരി. അമ്മേ ദൈവമെല്ലാം ആനന്ദം തന്നെ അണച്ചിടുവാനുദീന ചിരകാരി. എന്ന് കേൾക്കും പ്രിയൻ ശബ്ദം ഗാനവിരാവി അന്ന് മാറും എന്റെ കണ്ണിൽ സമ്പൂർണമായി. എന്ന് കേൾക്കും പ്രിയൻ ശബ്ദം ഗാനവിരാവി അന്ന് മാറും എന്റെ കണ്ണിൽ സമ്പൂർണമായി. മണിയാറ വസം പോയി ആനന്ദിച്ചിടാൻ വാഞ്ചിക്കും എന്റെ ഉള്ള ദിനം ദിനമായി. മണിയാറ വസം ആനന്ദിച്ചിടാൻ വാഞ്ചിക്കും എന്റെ ഉള്ള ദിനം ദിനമായി. എന്റെ ദൈവം എല്ലാ നാളും ആനന്ദം തന്നെ അണച്ചിടുവാനുദീന ചിരകാരി. അമ്മേ എന്റെ ദൈവം എല്ലാ നാളും ആനന്ദം തന്നെ അണച്ചിടുവാനുദീന ചിരകാരി. Praise the Lord. ഹല്ലേലൂയ. കർത്താവിനെ പാടി ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ നമ്മെ സഹായിച്ച, നമ്മെ ബലപ്പെടുത്തിയ, ആമേൻ പകലിന്റെ മണിക്കൂറുകളിൽ ആമേൻ നമ്മെ താങ്ങി നമ്മെ സൂക്ഷിച്ച് ആമേൻ നമ്മുടെ എണ്ണത്തിൽ ആരും കുറയാതെ കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളികളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും അവിടെവിടങ്ങളായി സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ആ കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ആമേൻ. സകല
സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഓർക്കാമെന്ന് പറഞ്ഞവരാരും ഓർക്കാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കരുതാമെന്ന് ആമേൻ ആമേൻ ചിന്തിച്ചവർ കരുതുവാൻ കഴിയാതെ ആമേൻ നിരാശപ്പെടുമ്പോൾ, ഹല്ലേലൂയ, പരിമിതിയില്ലാത്ത ലോകത്ത് ആമേൻ അതെ പരിമിതിയില്ലാത്ത ആ സന്തോഷം അനുഭവിക്കുവാൻ നിത്യതയിലേക്ക് ആ കൈപിടിച്ചുയർത്തി മാനിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിലും അവിടേക്ക് പിടിച്ച് ആമേൻ അതെ നടത്തുന്ന ആ ആമേൻ ദൈവ കൃപ അനുഭവിക്കുന്നവർ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്താൽ, ഹല്ലേലൂയ, ആമേൻ ആ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് ആമേൻ ആ പരിപാവനമായ സമാധാനം ആ സന്തോഷം അനുഭവിക്കാതിരിക്കത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, ദുഷ്ടപിശാച് നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതിയുമായി പിന്തുടരുമ്പോൾ ആ പദ്ധതിയെ ആമേൻ അതെ തകർത്ത് തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമാക്കാതുവാൻ ആമേൻ കൃപയാൽ ആമേൻ അതെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലിയതാണ്. ഹല്ലേലൂയ. നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാ. ഹല്ലേലൂയ. ആമേൻ അതെ ഉയരുവാൻ അനുവദിക്കാതെ, വളരുവാൻ അനുവദിക്കാതെ, മുൻപോട്ട് പോകുവാൻ സമ്മതിക്കാതെ ആമേൻ ഒരു സർക്കിളിനകത്ത് ഒതുക്കി ആമേൻ നിന്നെ ആമേൻ ഇല്ലാതാക്കാൻ നോക്കുന്ന ദുഷ്ട പൈശാചിക മണ്ഡലത്തിനകത്ത് ആമേൻ അതെ വിടുതൽ നൽകി മാനിപ്പാൻ ശക്തനായവൻ ഉന്നതമായ വിളി നിന്നെ കേൾപ്പിച്ച് ആമേൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആമേൻ അന്ത്യം വരെ ചുമക്കുവാൻ അവൻ ശക്തനാണ്. അവൻ പാതി വഴിയിൽ ആമേൻ മറന്നു കളയുന്നവനല്ല, പാതി വഴിയിൽ ആമേൻ ഉപേക്ഷിക്കുന്നവനല്ല. ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം മറന്നാലും മറക്കാത്തവനായി അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവനായ ദൈവം ഇന്നലകളിൽ യാചിച്ച കണ്ണുനീരിന് മറുപടി ആമേൻ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി മാനിപ്പാൻ ശക്തനാ. ആമേൻ അതെ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ ഒരു തലമുറയ്ക്ക് വേണ്ടി ദീർഘനാൾ ആമേൻ ഇരുവരും അതെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടിയിരുന്നു. ഹല്ലേലൂയ. ആമേൻ അവന്റെ ജനനത്തിങ്കൽ ആമേൻ നീയും അനേകരും സന്തോഷിക്കത്തക്ക വിധത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അതെ സെക്രിയാവിലൂടെ എലിസബത്തിലൂടെ യേശു ക്രിസ്തുവിന് മുമ്പ് അവനെ സാക്ഷ്യം അതെ വഹിക്കുവാൻ, അവനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഒരു തലമുറയെ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ലോകത്തേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന അഭിഷക്തരെ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ആമേൻ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അത് വെളിപ്പെടുന്ന അത് സുദിനം അടുത്തിരിക്കുകയാ. ആമേൻ വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. എലിസബത്തിന്റെ സെക്രിയാവിന്റെയും ആമേൻ അതെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആമേൻ ലോകത്തിൽ ആമേൻ അതെ ഇന്നേ വരെ ജീവിക്കാത്ത നിലയിൽ ജീവിക്കുന്ന ആമേൻ അതെ അനേകർക്ക് സന്തോഷമാകുന്ന നിലയിലായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിന് മറുപടി അങ്ങനെ തന്നെ വരാൻ പോവുകയാണ്. ആമേൻ നിനക്കും കാണുന്നവർക്കും ഹല്ലേലൂയ ലോകത്തിൽ ആമേൻ അതെ മാലിന്യമേശാതെ ജീവിക്കുന്ന വിശുദ്ധ ജീവിതത്തിനുടമയായി ആമേൻ ഹല്ലേലൂയ അതെ ജീവിക്കുവാൻ അതെ ഒരു തലമുറ പുറത്തു വന്നതുപോലെ ദൈവാത്മാവിന്റെ പ്രവൃത്തി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഈ ദിവസങ്ങളിൽ അത് വരികയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന വരും ദിവസങ്ങളിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ആമേൻ ഇന്ന് രാത്രി ദൈവവചന ചിന്തയ്ക്കായി തിരുവചനം നമുക്ക് വായിക്കാം. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം ആമേൻ 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ഇന്ന് രാത്രിയിലും പതിവ് പോലെ ഒരു ചോദ്യത്തോടു കൂടെയാ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവന്റെ പ്രവൃത്തിക്ക് നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അവന്റെ പ്രവൃത്തിക്ക് ആമേൻ ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ടവൻ. ഹല്ലേലൂയ. കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെതായ തീരെത്തിച്ചു കൊടുക്കുന്നവൻ. ഹല്ലേലൂയ. ആമേൻ അതെ ആ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവൻ. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ. ഹല്ലേലൂയ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, മാറത്തു പൊൻകച്ച കെട്ടിയവൻ. ഹല്ലേലൂയ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ട് നടക്കുന്നവൻ. ഹല്ലേലൂയ. മരിച്ച ലാസറിനെ ആമേൻ വാക്കിനാൽ വിളിച്ച് ഉയർപ്പിച്ചവൻ. ഹല്ലേലൂയ.
കനാവിലെ കല്യാണ വീട്ടിൽ ആമേൻ അതെ വെള്ളത്തെ അതെ മുന്തിരി വീഞ്ഞാക്കി ഹല്ലേലൂയ അതെ മുന്തിരി ചാറാക്കി ഹല്ലേലൂയ വിരുന്നുവാഴിക്ക് കൊടുക്കുവാൻ അതെ കുടുംബത്തിൽ ആമേൻ പ്രവർത്തിച്ചവൻ ഹല്ലേലൂയ ഇന്ന് രാത്രിയിലും നിന്റെ കുടുംബത്തിനകത്ത് ഒരത്ഭുതം ചെയ്യുവാൻ അവൻ ശക്തനാണ് ഹല്ലേലൂയ നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ അവൻ ശക്തനാണ് ഹല്ലേലൂയ മാറയെ മധുരമാക്കുവാൻ ഹല്ലേലൂയ തേനിനെക്കാട്ടിലും ചെങ്കൊട്ടയെക്കാട്ടിലും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും അവൻ നിന്റെ കാതിൽ കേൾക്കുവാൻ സ്വർഗം അവസരം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ കൈപ്പേറിയ അനുഭവം അതെ മാധുര്യമുള്ളതായി മാറാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. വായിക്കാം. ഹല്ലേലൂയ. 2 തിമോഥെയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇന്ന് രാത്രി കേട്ടുതാരംഭിച്ച മനപ്പാടമാക്കിയ വായിച്ച് ആഴങ്ങൾ ഗ്രഹിച്ച തിരുവചനത്തിൽ നിന്ന് പുതുമയിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ശ്രോതാക്കളായ എന്നോടും നിങ്ങളോടും ഇടപെടുവാനുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ എന്റെ കുഞ്ഞുങ്ങൾ പാടി ആഴത്തിലെന്നോട് നിടപെടണേ ആത്മാവിലെന്നോട് നിടപെടണേ രാത്രി എത്ര പേർ ഒരിക്കൽ കൂടെ അതേ പ്രിയമുള്ളവരെ ലജ്ജിക്കേണ്ടതില്ല. സത്യവചനത്തെ ശരിയായി വിഭജിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അവൻ ഒരു വേലക്കാരനാണ്. ദൈവത്തിന് അവൻ നിങ്ങളെ തന്നെ അംഗീകരിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ അതെ ജീവിക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ഹല്ലേലൂയ. അപ്പോ യഥാർത്ഥമായി അല്ലാതെ അതിനെ വളച്ചൊടിച്ച് പ്രസംഗിക്കുവാൻ കഴിയും. അങ്ങനെ ആമേൻ പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നിജപുത്രനായ തിമോഥെയോസിനോട് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് അത് തിമോഥെയോസിനോട് മാത്രമല്ല ഈ കൃപായുഗത്തിൽ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ വിശ്വസ്തനെന്ന് എണ്ണി ഈ വേലക്കാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാർ എവിടെയുണ്ടോ അവരെല്ലാം ഹല്ലേലൂയ അതിനകത്ത് ഞാനും പെട്ടു. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും സത്യവചനത്തെ എങ്ങനെ പ്രസംഗിക്കണം? യഥാർത്ഥമായി. ഇതിനോട് വള്ളി പുള്ളി കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും അവകാശമില്ല. ഹല്ലേലൂയ. വചനമുള്ളതുപോലെ പ്രസംഗിക്കുവാൻ ഹല്ലേലൂയ കൃപ ലഭിച്ചവർ അക്കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ലജ്ജിക്കേണ്ടതില്ല. ആമേൻ. സത്യവചനത്തെ ശരിയായി വിഭജിക്കുന്ന, പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു വേലക്കാരനായി ഇന്ന് രാത്രി ആമേൻ അതെ നമ്മളെ തന്നെ ദൈവം അംഗീകരിക്കുവാനായിട്ടുള്ള ഒരു ജീവിതത്തിനുടമയായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ അക്കരമടിച്ചത് കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ അവൻ നൽകിയ സത്യത്തിന്റെ വെളിച്ചത്തിൽ
ആമേൻ. ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ആമേൻ അവരോടും ഹല്ലേലൂയ അതെ എന്നോടും നിങ്ങളോടും ഹല്ലേലൂയ ആമേൻ അതെ അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ. അതെ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആമേൻ നമ്മോട് ആഴത്തിൽ ഇടപെടുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കൃപ ലഭിച്ചവർ ഹല്ലേലൂയ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവരായി ജീവിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽപ്പാൻ ഹല്ലേലൂയ ശ്രമിക്കുക. ഹല്ലേലൂയ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ അവരോട് ദൈവം ആഴത്തിൽ ഇടപെടുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ ആമേൻ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആമേൻ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സമാധാനം എന്നിലൂടെ അനേകരിലേക്ക് ഒഴുകുവാൻ ഹല്ലേലൂയ എന്നിലുള്ള സൗഖ്യം അനേകരിലേക്ക് എത്തുവാൻ ഹല്ലേലൂയ ഈ വചനം ആമേൻ അതെ നിമിത്തമായി മാറണം. ഹല്ലേലൂയ ഈ വചനമാണ് എന്നെ സൗഖ്യമാക്കുന്നത്, ഈ വചനമാണ് എന്നെ വിടുവിക്കുന്നത്, ഈ വചനമാണ് എന്നെ രക്ഷയിലേക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവനാ വചനം നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നോക്കണേ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ദൈവസഭയിൽ അംഗങ്ങളായി മാറിയിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ആമേൻ അതെ കാലയളവിൽ ഏഷ്യ മൈനറിൽ 1-2 മിഷണറി യാത്ര നടത്തിയപ്പോ ആ യാത്രയിൽ സ്ഥാപിക്കപ്പെടുവാൻ ദൈവം അനുവദിച്ച ദൈവസഭയിലെ അംഗങ്ങളെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ സംബോധന ചെയ്തത് സഹോദരന്മാരെ നിങ്ങൾ ഹല്ലേലൂയ എങ്ങനായിരിക്കണം? ലജ്ജിക്കുവാൻ ഇടയാകാതെ ഈ വചനപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ ഈ വചനം പഠിപ്പിക്കുന്നവരായിരിക്കണം, ഈ വചനം പ്രസംഗിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. അപ്പോ ആരാധനയിൽ ലജ്ജിതരാകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. അതെ, സ്തുതികളിൽ ലജ്ജിതരാകുവാൻ പാടില്ല, പ്രാർത്ഥനകളിൽ ലജ്ജിതരാകുവാൻ പാടില്ല. അതെങ്ങനെയാണ്? നാളിതുവരെയും ആരാധിച്ചിട്ട്, നാളിതുവരെയും പ്രാർത്ഥിച്ചിട്ട്, നാളിതുവരെയും സ്തുതിച്ചിട്ട്, നാളിതുവരെയും പ്രസംഗിച്ചിട്ട് ഹല്ലേലൂയ ഒരു ഫലവും ഇല്ലെങ്കിൽ ഹല്ലേലൂയ ലജ്ജാകരമായ അവസ്ഥയല്ലേ? ഹല്ലേലൂയ ആമേൻ. എന്റെയും നിങ്ങളുടെയും ആരാധന കൊണ്ട്, എന്റെയും നിങ്ങളുടെയും സ്തുതികൾ കൊണ്ട്, എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ കൊണ്ട്, എന്റെയും നിങ്ങളുടെയും പ്രസംഗങ്ങൾ കൊണ്ട് ഹല്ലേലൂയ ആമേൻ ഫലമില്ലെങ്കിൽ ഹല്ലേലൂയ അത് ലജ്ജാകരമായ അവസ്ഥയല്ലേ? അതുകൊണ്ട് ആമേൻ സ്തുതിക്കുന്നവർ, ആരാധിക്കുന്നവർ, പ്രസംഗിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ലജ്ജിക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അതെ ശ്രമിക്കണം. ഹല്ലേലൂയ നിൽപ്പാനായിട്ട്. ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി സ്തുതിക്കുന്നവരാകട്ടെ, പ്രസംഗിക്കുന്നവരാകട്ടെ, ആമേൻ അതെ പാടുന്നവരാകട്ടെ, ഹല്ലേലൂയ പഠിപ്പിക്കുന്നവരാകട്ടെ, ആമേൻ ലജ്ജിക്കാതിരിക്കുവാൻ ശ്രമിക്കണം. ഹല്ലേലൂയ എങ്ങനെ? സത്യവചനത്തെ യഥാർത്ഥ ആമേൻ അതെ പ്രസംഗിച്ചുകൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആരാ പ്രസംഗിക്കേണ്ടത്, ആരാ പഠിപ്പിക്കേണ്ടത്? ആകെ കൺഫ്യൂഷൻ അല്ലേ? പ്രസംഗകർക്ക് പ്രസംഗിക്ക് തീർക്കാനുള്ളതാണോ, അതോ പ്രസംഗിച്ച് ആമേൻ ലാഭമുണ്ടാക്കാനുള്ളതാണോ, പ്രസംഗിച്ച് കാശുണ്ടാക്കാനുള്ളതാണോ? ആരാ പ്രസംഗിക്കേണ്ടത്? ഹല്ലേലൂയ. കൃപയാൽ കഴിഞ്ഞ രാത്രി ആമേൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഭൂലോകത്തേക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം എന്ത് ചെയ്യണം? ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ അവന്റെ ശിഷ്യനാണെങ്കിൽ ആമേൻ ഈ ഉത്തരവാദിത്വം നിനക്കുമുണ്ട്, എനിക്കുമുണ്ട്. ഹല്ലേലൂയ ആമേൻ. ലോകം മുഴുവൻ പോകുന്നതിന് മുമ്പ് വീട്ടിനകത്ത് ഒന്ന് പ്രസംഗിക്കാൻ എന്ത് ചെയ്യുക? തയ്യാറാകണം.
ഹല്ലേലൂയ. ആമേൻ. ഭാര്യയായാലും മക്കളായാലും ആമേൻ, അതെ അപ്പനായാലും ആമേൻ, ഈ വചനം ആമേൻ പ്രസംഗിക്കുവാൻ ഹല്ലേലൂയ തയ്യാറാകണം. അപ്പം പ്രസംഗിച്ചിട്ട് ലജ്ജിക്കാതിരിക്കാൻ, ഹല്ലേലൂയ. അമ്മ പ്രസംഗിച്ചിട്ട് ലജ്ജിക്കാതിരിപ്പാൻ, മക്കൾ പ്രസംഗിച്ചിട്ട് ലജ്ജിക്കാതിരിപ്പാൻ, ഹല്ലേലൂയ, എന്ത് ചെയ്യണം? ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ എന്ത് ചെയ്യണം? നാട്ടുകാർക്കോ വീട്ടുകാർക്കോ നേതാക്കന്മാർക്കോ കൊള്ളാകുന്നവനായി നിന്നാൽ ശ്രമിച്ചാൽ ഒരു പക്ഷേ ദൈവത്തിന് പ്രസാദകരമായ വേല ചെയ്യുവാൻ, ദൈവത്തിന് പ്രസാദകരമായ ശുശ്രൂഷ ചെയ്യുവാൻ, ഹല്ലേലൂയ, യഥാർത്ഥമായി സത്യവചനത്തെ പ്രസംഗിക്കുവാൻ ആമേൻ കഴിയത്തില്ല. കാരണം ആമേൻ നേതാക്കന്മാരെ ആമേൻ പ്രസാദിപ്പിക്കണമെങ്കിൽ, നേതാക്കന്മാരെ സന്തോഷിപ്പിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ സത്യവചനത്തെ ചിലപ്പോ വളച്ചൊടിക്കേണ്ടി വരും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ കൃപ ലഭിച്ചവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ, ആമേൻ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോ ദൈവിക പ്രസാദം, ഹല്ലേലൂയ, ഒന്ന് നമ്മൾ കേട്ടത് പ്രസംഗത്തിൽ, ഹല്ലേലൂയ, ആണോ? സത്യവചനത്തെ ശരിയായി യഥാർത്ഥമായി ആമേൻ പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി എന്ന് പറഞ്ഞ ദൈവത്തിന് പ്രസാദകരമായി വേണം എന്ത് ചെയ്യാൻ? പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. കേൾക്കുന്നവർക്ക് ആമേൻ കർണരസമാറ് കൈയടിച്ച് ആമേൻ ആഹ്ലാദ പ്രകടനം ഉണ്ടാകത്തക്ക വിധത്തിൽ, അതെ ആർക്ക്? കേൾക്കുന്നവർക്ക് പ്രസാദമുണ്ടാകത്തക്ക വിധത്തിൽ വചനത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുവാനല്ല ആമേൻ, അതെ സ്വർഗത്തിലെ ദൈവം വചനം നൽകിയിരിക്കുന്നത് കേൾക്കുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകത്തക്ക വിധത്തിൽ, കേൾക്കുന്നവർക്ക് പാപബോധം ഉളവാകത്തക്ക വിധത്തിൽ ഈ വചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായി മാറുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അത് ആരാധനയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പൊ ആരാധനയോടുള്ള ബന്ധത്തിലും ദൈവത്തിന് പ്രസാദകരമായ ഒരു ആരാധന കഴിക്കണമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്ത് ചെയ്യാണ്? ഓർപ്പിക്കുകയാണ്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം. ഹല്ലേലൂയ. വായിച്ചേ, ആമേൻ. അത് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം. എങ്ങനെ? പൂർണ്ണ അഹങ്കാരത്തോടെ ആണോ? പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും, ഹലോ, ദീർഘക്ഷമ, ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ. കണ്ടോ? ലജ്ജിക്കാതെ, ഹല്ലേലൂയ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ടാണ്. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ ശ്രമിക്ക എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കർത്തൃവേലയിലായിരിക്കുന്ന തിമോത്തിയോസിന് ആത്മാവിൽ തന്റെ തൂലിക ചലിപ്പിച്ച് എഴുതി കൊടുത്ത വചനം നാം വായിച്ചു. അതിനോട് ചേർന്ന് കൊലോസിൽ ലേഖനം എഴുതുമ്പോ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക.
ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രി ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്, അന്വേഷിക്കുന്നത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും അവന്റെ പ്രവൃത്തിയെ കുറിച്ചുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യവും അതിന്റെ 2-ാം വാക്യവും നമുക്ക് കാണുവാൻ കഴിഞ്ഞത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം, ഹല്ലേലൂയ, ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം. ഇന്ന് രാത്രി നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം കണ്ടോ? പ്രസംഗിക്കാനാണോ? ആരാധിക്കാനാണോ? ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനാണോ? സഹായം ചെയ്യാനാണോ? ഒരു മിനിസ്ട്രിയുടെ തലപ്പത്തിരിക്കാനാണോ? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണോ? വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. എന്താ യോഗ്യമാവണ്ണം പറഞ്ഞിരിക്കുന്നത്? പൂർണ്ണ വിനയം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം എടുത്തു നോക്കിയ അവൻ പൂർണ്ണ വിനയമുള്ളവനായിരുന്നു. രാജാക്കന്മാരുടെ രാജാവായി പിറന്നവരെവിടെ? നിങ്ങൾ ഈ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല, ഇങ്ങനെ ആകണമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ കാല് കഴുകി ചുംബിച്ച് കാണിച്ചു കൊടുത്തു. നേതാവാണ് എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുവാൻ വിളിയുണ്ടെങ്കിൽ നല്ലത്, പക്ഷേ വിനയം, സൗമ്യതയോട് ദീർഘക്ഷമ, പെട്ടെന്ന് മുറിരണ്ട് എന്നുള്ള അതെ ഒരു ശുശ്രൂഷയല്ലായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ദീർഘക്ഷമയുള്ളവൻ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. അടുത്തത്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കൃപ ലഭിച്ചവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. അങ്ങനെ കൃപ ലഭിച്ച തിമോഥെയോസിനോട് പറയുക, തിമോഥെയോസേ, നീ ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, നേതാക്കന്മാർക്ക് കൊള്ളുന്നവനായിട്ടല്ല, നിന്നെ ഈ വേലയ്ക്ക് കൊള്ളാമെന്ന് കണ്ട് വിശ്വസ്തനെന്ന് എണ്ണി ഈ വേലയ്ക്കാക്കി വെച്ചിരിക്കുന്നവനെ പ്രസാദിപ്പിക്കുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നും അറിഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ വേല ആരുടേതാ? കർത്താവിൻ്റെതാ. ഹല്ലേലൂയ. ആമേൻ. അതെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അതെ പറയുന്നത് ഇങ്ങനെയാ. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത്, അല്ലേ,
പെസഹ ആചരിക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആ പന്തിയിൽ ഇല്ലായിരുന്നു കേട്ടോ. 12 ശിഷ്യന്മാർ അത് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ വിരിച്ചൊരുക്കിയ മണിമാളിക ആമേൻ കാണും. ഹല്ലേലൂയ. അവിടെ പെസഹ ഒരുക്കണം. അങ്ങനെ ശിഷ്യന്മാരുമായി അന്ത്യത്താഴം കഴിക്കുന്ന വേളയിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവസഭയ്ക്ക് ആമേൻ അനുഷ്ഠിക്കുവാൻ കർത്താവ് കൊടുത്ത ഈ അനുഭവത്തെ അതേ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങൾ വായിച്ച് ശുശ്രൂഷിക്കുന്ന ആ വേദഭാഗം എഴുതുവാൻ ആമേൻ ദൈവം ഉപയോഗിച്ച് അനുഗ്രഹീതനായ അഭിഷക്തൻ പറയുക, ഈ ശുശ്രൂഷ ഞാൻ പ്രാപിച്ചത് കർത്താവിങ്കിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അവരവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ഹല്ലേലൂയ ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ ആമേൻ ദൈവത്തിന് പ്രസാദകരമായി അതെ ആരാധിക്കുവാൻ അതെ ജീവിക്കുവാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. ആർക്ക് പ്രസാദകരമായത്? ദൈവത്തിന് പ്രസാദകരമായി. ഹല്ലേലൂയ. ആമേൻ കൊള്ളാവുന്നവനായി ദൈവത്തിന് പ്രസാദകരമായി. ഹല്ലേലൂയ. ആമേൻ. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമായിരിക്കണം. അപ്പൊ ആരുടെ വേലയെന്ന് പറയുന്നത്? പൗലോസിന്റെ വേല എന്നല്ല പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വേലയിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വേലയ്ക്ക് കൊള്ളാമെന്ന് കണ്ട് വിളിച്ചിറക്കിയ ആമേൻ ദൈവം വിശ്വസ്തന അഭിഷക്തനെ ആമേൻ നിന്നെ അതെ ഉറപ്പിക്കുവാൻ അതെ കുലുങ്ങാത്തവരും ഉറപ്പുള്ളവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നും അറിഞ്ഞിരിക്കുകയാ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാരും ഇന്ന് രാത്രി ഒരു വർദ്ധനവ് അഭിഷക്തന്മാരെ അതെ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആമേൻ നൽകാമെന്ന് പറയുന്നവർ ഒരുപക്ഷെ മറന്നു പോകും, ഓർക്കാമെന്ന് പറയുന്നവർ ഓർക്കാതെ പോകും. എന്നാൽ ഒരു വർദ്ധനവ് നൽകുന്ന ഒരു ദൈവമത്രേ എന്നെ നിങ്ങളെ ഈ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവന് പ്രസാദകരമായി ഹല്ലേലൂയ അതെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. അവന് പ്രസാദകരമായി ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 11, 13, 14 വാക്യങ്ങളിൽ ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളി. ഹല്ലേലൂയ. എന്താണ് പിശാചിന്റെ തന്ത്രം? രോഗം, പാപം, അല്ലെ ചതി, വഞ്ചന. പിശാചെന്ന് കേൾക്കുമ്പോ ഇതൊക്കെയാ ഓടി നമ്മുടെ അകത്തേക്ക് വരുന്നത്, അല്ലേ? ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വേല. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവാൻ ആമേൻ വിളിക്കപ്പെട്ടവർ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആമേൻ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, അപ്പോ യഥാർത്ഥമായി പ്രസംഗിക്കാതെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ എഴുതുവാൻ ആത്മാവ് പ്രേരണ കൊടുത്തത്. ഹല്ലേലൂയ. അപ്പോ ആമേൻ പിശാചിന്റെ തന്ത്രമാണ് എന്ത്? വളച്ചൊടിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. സത്യവചനത്തെ ആമേൻ യഥാർത്ഥമായി പ്രസംഗിക്കാതെ അവനവന്റെ ഇഷ്ടത്തിന്, വ്യക്തിഗത താല്പര്യത്തിന്, ആമേൻ അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആമേൻ ഇഷ്ടം പോലെ വായിച്ച് ആമേൻ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നവർ ഉള്ളത് കൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ ആത്മാവ് അതെ ഓർപ്പിച്ചെഴുതിപ്പിച്ചത് സത്യവചനത്തെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥമായി പ്രസംഗിക്കണം. ഹല്ലേലൂയ. യേശുവിനെ യഥാർത്ഥമായി വെളിപ്പെടുത്തുന്നത് എവിടെയാണോ അവിടെയാണ് യേശുവിന്റെ നാമത്തിൽ അതെ രോഗികൾ സൗഖ്യമാകുന്നത്, യേശുവിൻ നാമത്തിൽ പാപികൾ മനം തിരിയുന്നത്, യേശുവിന്റെ നാമത്തിൽ പിന്മാറ്റക്കാർ മടങ്ങി വരുന്നത്, യേശുവിന്റെ നാമത്തിൽ കുരുടർ ആമേൻ അതെ കാഴ്ച പ്രാപിക്കുന്നത്, ചെകിടർ കേൾവി പ്രാപിക്കുന്നത്, മുടന്തർ നടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഇന്ന് രാത്രി പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എന്ത് ചെയ്യണം? ധരിക്കണം. ഹല്ലേലൂയ. അപ്പോ ആമേൻ ഈ സത്യവചന
വചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ ആമേൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ ഹല്ലേലൂയ നിസ്സാരമായി കാണരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇതേ വചനം വളച്ചൊടിച്ചോണ്ട് ആമേൻ അതെ ആത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞ് ആമേൻ അടുത്തൊരു ദൗത്യം അതെ തെരഞ്ഞെടുത്ത് ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ടവന്റെ മുമ്പിൽ ഹല്ലേലൂയ യോർദാനിൽ സ്നാനം കഴിഞ്ഞ് ആത്മാവ് അതെ അവന്റെ മേൽ അതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ മരുഭൂമിയിൽ ആമേൻ പിശാച് അവനെ എന്ത് ചെയ്യുക വളച്ചൊടിച്ച് തകർക്കാൻ നോക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ ആമേൻ പ്രിയമുള്ളവരെ വചനത്തെ വളച്ചൊടിച്ച് തകർക്കാൻ അവന്റെ അണികളാക്കാൻ അവൻ ആ ഏദനിൽ ആമേൻ അതെ കുടുക്കി പരാജയപ്പെടുത്തിയതുപോലെ ഇന്നും കാഴ്ചപ്പാടുള്ളവരെ പരാജയപ്പെടുത്തുവാൻ കുടുക്കുവാൻ വാഴുവാൻ തക്കവണ്ണം ആക്കി വെച്ചിരിക്കുന്നവനെ വീഴിച്ച ആ ദുഷ്ടപിശാച് അവൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ ഹല്ലേലൂയ വിളി കേട്ട് ഇറങ്ങി തിരിച്ച അഭിഷക്തന്മാരെ ആമേൻ ഈ കാലഘട്ടങ്ങളിൽ വചനം വളച്ചൊടിച്ച് ആ പിശാച് അതെ അരുമനാഥനെ പരാജയപ്പെടുത്തുവാൻ ഹല്ലേലൂയ എങ്ങനെ പരാജയപ്പെടുത്തുവാൻ ആമേൻ അത് നിനക്ക് വിശക്കുന്നില്ലേ ആമേൻ കണ്ണിനോട് അപ്പമാകാൻ പറ അതെ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം ഹല്ലേലൂയ അല്ലേ ഓഫറും കൊണ്ട് വരികയാ ആമേൻ ഹല്ലേലൂയ അതെ പുറകെ വരികയാണ് ഓഫറും കൊണ്ട് മാസാമാസം ആമേൻ തരാതെ കൂടെ നിന്നാ മതി ഹല്ലേലൂയ ആമേൻ കൂടെ നിന്നാ മതി പറയുന്നിടത്ത് നിന്നാ മതി പറയുന്ന പോലെ പ്രവർത്തിച്ചാ മതി മാസാമാസം എന്ത് തരും ഹല്ലേലൂയ ഇതാ ആ അരുമനാഥന്റെ മുമ്പിൽ ആമേൻ അതെ തന്ത്രങ്ങളുമായി കുതന്ത്രങ്ങളുമായി ആമേൻ അതെ വിശന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കി ഓഫറുമായി വരികയാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ യഥാർത്ഥമായി വചനത്തെ വളച്ചൊടിക്കാതെ പ്രസംഗിക്കുവാൻ അതെ വിളിക്കപ്പെട്ട അഭിഷക്തന്മാരെ ഉറപ്പും ധൈര്യവും കുലുങ്ങാത്തവരുമായി നിൽക്കത്തക്ക വിധത്തിൽ അതെ ആത്മാവിനെ പകർന്ന് ഹല്ലേലൂയ അതെ നിർത്തുന്ന സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ആ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്ന അഭിഷക്തന്മാരെ അതെ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ അവന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുക. ആർക്കാ വർധന ഉണ്ടാകുന്നത്? ഹല്ലേലൂയ ആമേൻ അതെ ഉറപ്പുള്ളവര് കുലുങ്ങാത്തവര് ഹല്ലേലൂയ അതെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്ന് അറിഞ്ഞ് ആമേൻ ജീവിക്കുന്നവരും ഹല്ലേലൂയ അതുകൊണ്ട് ആമേൻ അതെ കുലുങ്ങി പോകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ നിന്നെ അതെ തകർക്കുന്ന വിധത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരാം. ശത്രുക്ക് മേശക്ക് അബോധനോദിന്റെ മുമ്പിൽ ഹല്ലേലൂയ തീച്ചൂള 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. പക്ഷെ അവൻ ഉറച്ചു കേട്ടോ ഹല്ലേലൂയ അവര് കുലുങ്ങിയില്ല കേട്ടോ അവര് സ്ട്രോങ് ആയിരുന്നു ഹല്ലേലൂയ ഈ ക്ഷാമം ഹല്ലേലൂയ ഈ കൊറോണ ഈ മഹാമാരി ഹല്ലേലൂയ ആമേൻ അതെ സപ്പോർട്ട് തരാൻ ഹല്ലേലൂയ ആരുമില്ലായെന്ന് ചിന്തിക്കണ്ട. ആമേൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം ഹല്ലേലൂയ അതെ പട്ടിണി കിടക്കാൻ അനുവദിക്കുന്നവനല്ലെന്ന് ആമേൻ അബ്രഹാമിനോട് പറഞ്ഞില്ലേ ഈ ആകാശത്തിലോട്ടൊന്ന് നോക്കിക്കേ ഇതുപോലെ ഞാൻ നിനക്ക് തലമുറയെ തരാന്ന്. യേശുവിന്റെ കാലത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു നോക്കിക്കേ പറവകളെ നോക്ക് എന്നിട്ട് ആ കടൽക്കരയിലെ മണലിനെ നോക്കി എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണടാ മോനെ എന്ന് പറഞ്ഞു. എണ്ണി തീർക്കാൻ പറ്റാത്ത നിലയിൽ ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് ഹല്ലേലൂയ അതിലിട്ടവൻ അതെ നിനക്ക് തലമുറകളെ നൽകുവാൻ വിശ്വസ്തനെന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു ആമേൻ അതെ വയലിലെ താമരയെ നോക്ക് അതിനെ പുലർത്തുന്ന ദൈവം നിങ്ങളെ അത്രയധികം പുലർത്തുവാൻ ശക്തനാണ് ഹല്ലേലൂയ. അതുകൊണ്ട് വേല നിന്റേത് ആത്മാക്കൾ നിന്റേത് നീ നട്ടിട്ടുള്ള തയ്യെ നീ പാലിക്കേണമേ ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവിന്റെ വേലയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുക കൃപ ലഭിച്ച ദൈവജനമേ ഉറപ്പും ധൈര്യമുള്ളവരായി കുലുങ്ങാത്തവരായി നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞ് ഇരിക്കുകയാണ്. എത്ര പേർക്ക് അറിവുണ്ട്? ഇന്ന് രാത്രി അറിയണം ഹല്ലേലൂയ. ഇന്ന് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളും ഹല്ലേലൂയ. ഓഫറുമായി വരും കേട്ടോ ഹല്ലേലൂയ ആമേൻ. അതെ ഈ കൊറോണയില് ആമേൻ കഷ്ടമല്ലേ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു വരും ഹല്ലേലൂയ. വളച്ചൊടിക്കുന്ന ആമേൻ ദുഷ്ടപിശാചിന്റെ ആ പ്രവൃത്തിയോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകൾ. ആ വാഴ്ച, പിന്നെയോ അധികാരം.
എന്നോട് ആരും പിണങ്ങരുതേ. ഹല്ലേലൂയ. എനിക്ക് അധികാരമുണ്ട്. എന്റെ കീഴിൽ എത്ര പേരുണ്ടെന്നറിയോ? ഹല്ലേലൂയ. ആമേൻ. ഞാനൊന്ന് ഞൊടിച്ച, ഹല്ലേലൂയ, ലോകത്തിന്റെ എല്ലാ അറ്റങ്ങളിലും ആമേൻ എനിക്ക് വേണ്ടി ഒത്താശ അതെ ചെയ്യാൻ ആളുണ്ടെന്ന്. ഹല്ലേലൂയ. അണികളുണ്ടെന്ന്, ഏജന്റുകളുണ്ടെന്ന്. ഹല്ലേലൂയ. നോക്കണേ, നമുക്ക് പോരാട്ടമുള്ളത് എന്തല്ല? ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അധികാര കസേരയിൽ ഇരിക്കുന്നവര് അല്ലേ? വാഴ്ചകൾ, അധികാരങ്ങൾ. ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പൊ ഈ പിശാചി കയറി ആമേൻ അതെ ആരിലൂടെയാ പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? അധികാരികളിലൂടെ, അധികാരസ്ഥന്മാരുടെ കൂടെ. ഹല്ലേലൂയ. അതുകൊണ്ട് അണികള് വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അധികാരം ഉപയോഗിച്ച് വളച്ചൊടിച്ച് നിന്നെ ഒതുക്കാൻ ആമേൻ ശ്രമിക്കുമ്പോ, ഹല്ലേലൂയ, ശ്രേഷ്ഠാധികാരമുള്ള ആമേൻ ആ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിളി കേട്ട് ഇറങ്ങിയ ദൈവജനമേ, മാതാവേ, പിതാവേ, കുഞ്ഞെ, അഭിഷക്തരെ, സഹോദര, സഹോദരി, ഹല്ലേലൂയ, അതെ വിളിച്ചവന് ആമേൻ യോഗ്യമായ നിലയിൽ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നാം വായിച്ചത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. ഹല്ലേലൂയ. എങ്ങനെ? സൗമ്യനെ ഉള്ളവനായി. ഹല്ലേലൂയ. ആമേൻ. അതെ, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമീപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. ഹല്ലേലൂയ. സഹോദരന്മാരെ, ദൈവമക്കളെ, എനിക്കറിയാം ഞാനിത് മീഡിയയിലൂടെയാ, ആമേൻ, സോഷ്യൽ മീഡിയ, ദൈവദാസന്മാർ, ഹല്ലേലൂയ, ദൈവവചനം പ്രസംഗിക്കുന്നവർ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി എന്ത് ചെയ്യുക? നിൽക്കാൻ ശ്രമിക്കാം. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് സത്യം അരയ്ക്ക് കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. പാസ്റ്റർ ഇപ്പൊ എവിടെയാ? ഞാനേ വീട്ടിലാ. ചുമ്മാതാ. ആമേൻ. വണ്ടിയല്ല, വീട്ടിലാ. വണ്ടിയിലാവുമ്പോ പറയും ഞാൻ വീട്ടിലാ. ഹല്ലേലൂയ. അതെ, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഈ നേതാക്കന്മാര് എന്ന് പറയുന്നവരുടെ ആമേൻ അടുത്ത് ഇടപഴകുന്നവർക്കറിയാം. ഹല്ലേലൂയ. അവര് പറയുന്നതും അവര് പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഹല്ലേലൂയ. ഒരുപാട് നേതാക്കന്മാരുടെ കൂടെ ഈ ചെറുപ്രായത്തിൽ സഞ്ചരിക്കുവാൻ ദൈവം അവസരം നൽകി. ആമേൻ. എന്നാൽ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം നേതാവിന്റെ കൂടെ ആമേൻ നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവൻ മാത്രമേ വിശ്വസ്തനുള്ളൂ. ഹല്ലേലൂയ. അവൻ ഊവെന്ന് മാത്രമേ പറയത്തുള്ളൂ. അവൻ ദീർഘക്ഷമയുള്ളവനാ, അവൻ കരുണാമയനാ, അവൻ മനസ്സുള്ളവനാ. ഹല്ലേലൂയ. ആമേൻ. കുറ്റം പറഞ്ഞ് ആമേൻ ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ കുറവുകളെ ആമേൻ അതെ തീർത്ത് ചേർത്ത് നിർത്തി മാനിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ കുറവ് ആമേൻ പരിഹരിക്കുവാനാണ് അവൻ ക്രൂശിൽ യാഗമായി തീർന്നത്. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന്റെ ആമേൻ മക്കളായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി കരമടിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഏതൊരു സംരംഭത്തിന്റെയും വിജയം ആമേൻ ഹല്ലേലൂയ അതെ പദ്ധതിയും ആമേൻ തയ്യാറെടുക്കും ആമേൻ എങ്ങനെയായിരിക്കും അതനുസരിച്ചായിരിക്കും ഹല്ലേലൂയ ആ സംരംഭത്തിന്റെ വിജയം ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് ആമേൻ മുമ്പ് 30 വർഷക്കാലം ആമേൻ ആസൂത്രണം ആമേൻ ചെയ്ത് ഹല്ലേലൂയ ആമേൻ ആ സംരംഭത്തിലേക്ക് ചുവടുവെക്കുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ സഹായിച്ചതായി വിശുദ്ധ വേദപുസ്തകം നമ്മെ വളരെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിൽ ആമേൻ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 3.5 വർഷം, ആമേൻ അതിനു മുമ്പ് 30 വർഷം, ആമേൻ താൻ യോസെഫിന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അവനെ കണ്ടവരെല്ലാം വിചാരിച്ചു അവൻ യോസെഫിന്റെ മകൻ ആണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആമേൻ ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ വംശാവലിയെ കുറിച്ച് ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ ഹല്ലേലൂയ അതിന്റെ 17 വരെയുള്ള വാക്യങ്ങൾ ആമേൻ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയെ കുറിച്ച്. ഒന്ന് വായിച്ചാട്ടോ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ വേഗം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ ഷോർട്ടാക്കി അല്ലെ. അബ്രഹാം തുടങ്ങി, ദാവീദ് തുടങ്ങി, അടുത്തത് ജമ്പിങ് അല്ലെ. മത്തായി കർത്താവായ യേശുക്രിസ്തുവിനെ മാനവരാശിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ അബ്രഹാമിൽ തുടങ്ങി ദാവീദിലൂടെ കയറി നേരെ യേശുവിലേക്ക് എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഷോർട്ടാക്കി അല്ലെ, ക്രീമാക്കി ആമേൻ കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ആമേൻ മത്തായി ആമേൻ ചെയ്യുക അല്ലെ. അബ്രഹാം ഒറ്റ ചാട്ടം എങ്ങോട്ട്? സിംഹാസനത്തിൽ ഇരുന്ന് വാണ രാജാവായി ദാവീദ്. ഹല്ലേലൂയ. അവിടുന്ന് അടുത്തൊരു ചാട്ടം രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായ നമ്മുടെ കർത്താവിലേക്ക്. എന്നാൽ വൈദ്യനായ ലൂക്കോസ് ആമേൻ അതെ വിവരിക്കുമ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചേ. 3-ാം അധ്യായം 23 മുതൽ വേഗം. ലൂക്കോസ് 3-ാം അധ്യായം. യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകനെന്നും ജനം വിചാരിച്ചു. യോസേഫ് കേലിയുടെ മകൻ, കേലി മത്തായിയുടെ മകൻ, മത്തായി ലേവിയുടെ മകൻ, ലേവി മെലക്കിയുടെ മകൻ, മെലക്കി യെന്നായിയുടെ മകൻ, യെന്നായി യോസേഫിന്റെ മകൻ, യോസേഫ് മത്തത്താസിന്റെ മകൻ, മത്തത്യാസ് ആമോസിന്റെ മകൻ. നോക്കണേ, രണ്ടും വ്യത്യസ്തമായ നിലകളിലാണ് യേശുക്രിസ്തുവിന്റെ വംശാവലിയെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ്? ആമേൻ. ഇന്ന് രാത്രി ആമേൻ അതെ കുറിവാക്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തിക്ക് നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. അപ്പൊ ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതുവാൻ ദൈവം ആമേൻ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ച അഭിഷക്തന്മാര് ആമേൻ കർത്താവിനെ കുറിച്ച് എഴുതുമ്പോൾ ഹല്ലേലൂയ ആമേൻ അതെ വ്യത്യസ്തമായ നിലയിൽ ആമേൻ എഴുതുകയാണ്. അത് കേൾക്കുന്നവർക്ക് ആമേൻ അബ്രഹാമിൽ നിന്ന് ദാവീദിൽ നിന്ന് യേശുക്രിസ്തുവിലേക്ക് ആമേൻ ആമേൻ മത്തായി ആമേൻ വേഗത്തിൽ എഴുതി പൂർത്തീകരിച്ച് അതെ വേഗത്തിൽ യേശു ആരാണെന്ന് അനേകർക്ക് അതെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ മത്തായി എന്ത് ചെയ്യാണ്? ആമേൻ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതുകയാണ്. എന്നാൽ വൈദ്യനായ ലൂക്കോസ് എഴുതുമ്പോൾ ഭാര്യ വായിച്ചപ്പോ ഭാര്യയ്ക്കത് വ്യക്തമായി വായിക്കാൻ പോലും പറ്റാത്ത നിലയിലാണ് ആമേൻ അതെ ആ വംശാവലിയുടെ ചില പേരുകൾ. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകൻ എന്ന് ജനം എന്ത് ചെയ്തു? വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിട്ട് ശരിയാകുമോ? അങ്ങനെ വിചാരിച്ച് അല്ലെ, ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്ന്. ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്ന്. അങ്ങനെയല്ലേ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. അങ്ങനെ വിചാരം പ്രസംഗിക്കേണ്ടതൊന്നല്ല. ഹല്ലേലൂയ. അങ്ങനെ എന്തെങ്കിലും വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ആമേൻ പ്രസംഗിക്കേണ്ടതല്ല ദൈവത്തിന്റെ വചനം. ആമേൻ സത്യവചനത്തെ യഥാർത്ഥമായി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നമുക്ക് നോക്കാം മത്തായി സുവിശേഷം ആമേൻ 1-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 8-ാം വാക്യം വേഗം വായിച്ചു. യോശഫാത്ത്
യോരാമിനെ ജനിപ്പിച്ചു. ആ യോരാം ഉസിയാവിനെ ജനിപ്പിച്ചു. ആ ഉസിയാവ് യോദാമിനെ ജനിപ്പിച്ചു. ആ യോദാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഹിസ്കിയാവിനെ ജനിപ്പിച്ചു. നോക്കുക, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വേഗോടുത്തേ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. ഇവിടെ എല്ലാം ജനിപ്പിച്ചു. ഇത് കേൾക്കുമ്പോ അടച്ചു വെച്ചിട്ട് പോകാൻ തോന്നും അല്ലേ? ആമേൻ. ശ്രദ്ധിക്കണം ദൈവജനമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം അതെ തനിമ നഷ്ടപ്പെടാതെ അതിൻ്റെതായ നിലവാരത്തിൽ ആമേൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാ ആമേൻ ഞാൻ നിങ്ങള്. ഹല്ലേലൂയ. അത് യഥാർത്ഥമായി പ്രസംഗിക്കുന്നിടത്ത് ദൈവനാമം മഹിമപ്പെടുവാൻ നമ്മുടെ ആദാമിന്റെ വംശപാരമ്പര്യമായത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. നോക്കുക, പുതിയ നിയമത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. മത്തായി അത് ജനിപ്പിച്ചു എന്ന് പറഞ്ഞു വരുന്നത് ആരിലേക്കാണ്? കർത്താവായ യേശു ക്രിസ്തുവിലേക്കാണ്. ഹല്ലേലൂയ. ലൂക്കോസ് അതെ സംസാരിച്ചു വരുന്നത് ആരിലേക്കാണ്? ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിലേക്കാണ്. ഹല്ലേലൂയ. ആമേൻ. രണ്ടുപേരും ആമേൻ ലോകത്തോട് ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ മത്തായി യേശുവിന്റെ വംശാവലി അബ്രഹാമിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നൽകുന്നുള്ളൂ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതി ദാവീദിന്റെ സന്തതിയായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇതിനിടയിലുള്ള ജനറേഷനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നത് മത്തായി. ഹല്ലേലൂയ. എന്നാൽ വൈദ്യനായ ലൂക്കോസ് ആകട്ടെ ആദാമിലേക്കുള്ള എല്ലാ വഴികളും എന്ത് ചെയ്യാണ്? കണ്ടെത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, യേശു ഇസ്രായേലിന്റെ രാജാവാണെന്ന് കാണിക്കുകയായിരുന്നു മത്തായിയുടെ ലക്ഷ്യം. ഹല്ലേലൂയ. എന്നാൽ മുഴുവൻ മനുഷ്യരുമായുള്ള ബന്ധം അതെ ലൂക്കോസ് കാണിക്കുകയാ. ഇന്ന് രാത്രി വൈദ്യനായ ലൂക്കോസ് ആമേൻ ഉയർത്തി കാണിക്കുന്ന യേശു ആമേൻ മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ കാൽവറിയിൽ ഒഴുക്കിയ രക്തത്തിന്റെ വിലയാണ് ഞാനും നിങ്ങൾ ആമേൻ വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. മത്തായി ആമേൻ എഴുതിയ സുവിശേഷത്തിലൂടെ അബ്രഹാമിൽ നിന്ന് ആമേൻ അതെ ജനിക്കുന്ന ആ ദാവീദിൽ നിന്ന് ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ അതെ ഇസ്രായേലിന്റെ രാജാവാണെന്ന് ആമേൻ കാണിക്കുകയായിരുന്നു മത്തായിയുടെ ലക്ഷ്യമെങ്കിൽ ഹല്ലേലൂയ വൈദ്യനായ ലൂക്കോസിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? അതെ മനുഷ്യരാശിയുമായുള്ള ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബന്ധത്തെ ദൃഢമാക്കുകയായിരുന്നു. ഇന്ന് രാത്രി മനുഷ്യനായി ജനിച്ച എന്നെയും നിന്നെയും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തെ ഉറപ്പിക്കുവാൻ ഉതകത്തക്ക വിധത്തിലുള്ള ശുശ്രൂഷ പ്രാപിച്ച ലൂക്കോസ് ഹല്ലേലൂയ ആമേൻ ഏത് മനുഷ്യനും ആമേൻ ലജ്ജിക്കാതെ കണ്ട് ആമേൻ അതെ കർത്താവിന്റെ വേലയിൽ ശക്തമായി മുൻപോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രകാശമായി വെളിച്ചമായി സത്യമായി ജീവനായി വഴിയായി വെളിപ്പെട്ടവൻ. ഇന്ന് രാത്രി സ്നേഹിത നിന്റെ ജീവിതത്തിൽ ലജ്ജാകരമായ അവസ്ഥ ഇല്ലാതാകുവാൻ ഹല്ലേലൂയ അതെ മുഖം പ്രകാശിക്കത്തക്ക വിധത്തിൽ നിന്നെ ശോഭയുള്ളവനാക്കി മാറ്റുവാൻ അതെ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം ഹല്ലേലൂയ വളച്ചൊടിച്ച് പ്രസംഗിക്കുവാനുള്ളതല്ല, അത് യഥാർത്ഥമായി പ്രസംഗിക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ആ വചനത്തെ പ്രസംഗിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. 1-ാം അധ്യായം 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-35 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെ ശിമോൻ അവരെ അനുഗ്രഹിച്ചു. അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ലൂക്കോസ് 1:34-35 സോറി ലൂക്കോസ് 1:34-35 മറിയദൂതനോട് ഞാൻ പുരുഷനെ അറിയാൻ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും,
അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ആ ആ ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ആ. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാച്ചകാലത്ത് എലിസബത്ത് വാദത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവർക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. നോക്കുക, മറിയയുടെ ഉദരത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഉരുവാകുന്ന വേദഭാഗം ആണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് അവിടെ. ആമേൻ അത് ശിമോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറത്തു പറയുന്ന അടയാളത്തിനുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 1:34-35 വായിച്ചു. ഹല്ലേലൂയ. ഓക്കെ, ആമേൻ. ശ്രദ്ധിക്കാം, ആമേൻ. റെഫറൻസ് വിട്ടുപോയതാണ്. ആമേൻ. അതെ, പുസ്തകത്തിന്റെ ആ പേര് വിട്ടുപോയതാണ്, ക്ഷമിക്കുക. യേശുവിന്റെ നിയമപരമായ പിതാവ് മാത്രമാണ് യോസെഫ് എന്ന് ലൂക്കോസ് വീണ്ടും എന്ത് ചെയ്യാണ്, വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ശുശ്രൂഷയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് താൻ നന്നായി തയ്യാറായിട്ടുണ്ടെന്ന് അവൻ എന്ത് ചെയ്തു, ഉറപ്പുവരുത്തി. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ആമേൻ തയ്യാറെടുപ്പും ആമേൻ നിർണയമാണെന്ന് അവന്റെ ശുശ്രൂഷയുടെ വിജയങ്ങൾ അതെ വളരെ വ്യക്തമായി എന്ത് ചെയ്യുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. തയ്യാറെടുപ്പിലൂടെ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ താൻ ആമേൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു തയ്യാറെടുപ്പ്. ആമേൻ. പിതാവുമായി സമയം കണ്ടെത്തി ആമേൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു തയ്യാറെടുപ്പ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ വേലയിൽ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന അഭിഷക്തന്മാരെ ലജ്ജകൂടാതെ കണ്ട്, ലജ്ജിക്കാതെ കണ്ട് യഥാർത്ഥമായി ദൈവവചനത്തെ പ്രസംഗിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി നിലനിൽപ്പാൻ ഇടയാകണമെങ്കിൽ ആമേൻ നമുക്കൊരു തയ്യാറെടുപ്പ് വേണം. ഹല്ലേലൂയ. അതെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ വേലയ്ക്ക് തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ഭൂമിയിലെ ഏതെങ്കിലും അതെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ആമേൻ എന്നെയും നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിനായി ഒരു പ്രത്യേക ആമേൻ ശുശ്രൂഷ അല്ലെങ്കിൽ ആമേൻ പ്രത്യേക കാര്യം ചെയ്യുവാൻ ഹല്ലേലൂയ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഞാനും നിങ്ങളും ആമേൻ മുൻകൂട്ടി സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെ സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥനയിൽ ദൈവവുമായി അഭേദ്യ ബന്ധത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ആമേൻ ശുശ്രൂഷയിൽ ലജ്ജിക്കപ്പെടാതെ കണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് അംഗീകാരം ലഭിച്ചതായി അവതരിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. ഹല്ലേലൂയ. കാരണം ഞാനും നിങ്ങളും തയ്യാറാണോ എന്ന് കണ്ടെത്താൻ ദൈവം എന്നെ നിങ്ങളെയും എന്ത് ചെയ്യും, പരീക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. കൊലോസ്യ ലേഖനം 3:17 വാക്യത്തില് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ മക്കളായി മാറിയ താൻ വിളിച്ച ഹല്ലേലൂയ ആമേൻ എല്ലാവരും ആമേൻ അവരുടെ പ്രവർത്തന മേഖലകളിൽ ശുശ്രൂഷ മേഖലകളിൽ അത് വിജയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ആ വിളി കേട്ട് ഇറങ്ങി തിരിച്ചവരിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കൈവരിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമെങ്കിൽ വാക്കിനാലോ ക്രിയയാലോ ഹല്ലേലൂയ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ട് ഇരിപ്പിക്കും. ഹല്ലേലൂയ. പേരിനും പെരുമയ്ക്കും പ്രശസ്തി പിടിച്ചു പറ്റുവാനുമായി പലരുടെയും പേരിൽ പലതും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. വിമർശനമോ കുറ്റം പറയുക അല്ല. ആമേൻ. ദൈവനാമത്തിനു വേണ്ടി ആമേൻ അതെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരോട് ആമേൻ അതെ കൊലോസ്യ ലേഖനം 3:17 വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാ പറഞ്ഞത്, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും
ഒരാളെ സഹായിക്കാന്നിരിക്കട്ടെ, വീട് വെച്ചു കൊടുക്കുകയാണെന്നിരിക്കട്ടെ, കല്യാണത്തിന് സഹായിക്കാന്നിരിക്കട്ടെ, വിദ്യാഭ്യാസ സഹായമാണെന്നിരിക്കട്ടെ, വാക്കിനാലോ പ്രവൃത്തിയാലോ ക്രിയയാലോ സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്ത്. ഹല്ലേലൂയ. ആരുടെ പേരിലാണ് ചെയ്യുന്നത്? ഹല്ലേലൂയ. നേതാക്കന്മാരുടെ പേരില്, ഹല്ലേലൂയ. ഏതെങ്കിലും വ്യക്തികളുടെ പേരില്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പേരില് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽക്കാൻ ശ്രമിക്കാം. ഹല്ലേലൂയ. ആരാധനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, ദൈവത്തിന് പ്രസാദകരമായ ആരാധന. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യവും കുലുങ്ങാത്തവരായി നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് വർദ്ധിച്ചു വരുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാനായി പോകുകയാണ്. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക. ഹല്ലേലൂയ. എന്ത് ചെയ്താലും എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കർത്താവിന്റെ പേരിൽ ഒരു വീട് വെച്ചു കൊടുക്കട്ടെ, കർത്താവിന്റെ പേരിൽ ഒരു വിവാഹം നടത്തി കൊടുക്കട്ടെ, കർത്താവിന്റെ പേരിൽ അർഹരായവരെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ തിന്നാലും, ഈ ക്വാറന്റൈനില് ആഹാരത്തിനുള്ള വക എത്തിച്ചു കൊടുക്കുന്നത് ആരുടെ പേരിലായിരിക്കണം? ആരുടെ മഹത്വത്തിനായിട്ട് ചെയ്യണം? ഹല്ലേലൂയ. മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് മാത്രമാണ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, ഒരാളെ സഹായിക്കാൻ തയ്യാറായാൽ അത് ആരുടെ പേരിലായിരിക്കണം? എല്ലാ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനും വ്യാപ്തിക്കും വേണ്ടിയായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. പ്രിയരെ, എല്ലാ ദിവസവും വിശുദ്ധ തിരുവെഴുത്തുകൾ പഠനം നടത്തി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ആ നിറവിൽ, ഹല്ലേലൂയ, നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ തിരുവെഴുത്തുകൾ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതിന്, ഹല്ലേലൂയ, ആമേൻ, പിതാവായ ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ, അവനിൽ ആശ്രയിക്കുവാൻ ആര് തയ്യാറാകും? അവരാണ് രക്ഷ കൂടാതെ യഥാർത്ഥമായി സത്യവചനത്തെ വളച്ചൊടിക്കാതെ പ്രസംഗിച്ചുകൊണ്ട് മാനസാന്തരവും പാപബോധനവും ഉളവാകത്തക്ക വിധത്തിൽ ലോകത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നഷ്ടപ്പെട്ട നാളുകൾ സ്വാതന്ത്ര്യത്തോടുകൂടെ ലോകത്തിൽ സത്യസുവിശേഷം വിളിച്ചു പറയുവാൻ അവസരം അനവധി ദൈവം നൽകിയപ്പോൾ, ഹല്ലേലൂയ, പേരിനും പ്രശംസിക്കും, അത് സ്വാർത്ഥതയ്ക്കും വേണ്ടി ഓടി, ഹല്ലേലൂയ. എന്നാൽ ഇനിയും ശേഷിക്കുന്ന കാലം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ ഇടയാകാതെ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് രാത്രി വിളിച്ച അഭിഷക്തന്മാര് പ്രവർത്തിപ്പാൻ, പ്രവർത്തന മേഖലകളിൽ ഉറച്ച് കുലുങ്ങാതെ പ്രവർത്തനം കർത്താവിൽ വ്യക്തമല്ല എന്ന് മനസ്സിലാക്കി, ഹല്ലേലൂയ, മുൻപോടിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ജീവിപ്പാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഇടയാകേണ്ടതിനായി ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും യോഹന്നാൻ സ്നാപകനെ പോലെയോ, ഹല്ലേലൂയ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ പോലെയോ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആമേൻ, എന്നിവരെ പോലെ, ഹല്ലേലൂയ, ശുശ്രൂഷയിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ. ഞാനും നിങ്ങളും അവന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, ആയിരിക്കുന്ന സമസ്ത മേഖലകളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനെ ദൈവം ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ കർത്താവ്, പിതാവായ ദൈവം, ആമേൻ, കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ലഭിച്ച സമയം പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പിതാവ്, ആമേൻ, കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി, ഹല്ലേലൂയ, സമയം വേർതിരിച്ച്, ആമേൻ, മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി, ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ
ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം ആമേൻ ചലിപ്പാൻ തക്കവണ്ണം ഇടയായി. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ആമേൻ, അവിടുന്ന് അവിടുത്തെ വേലയ്ക്ക് വേണ്ടി ആമേൻ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. അവിടുത്തെ മക്കളും പ്രിയ മക്കളുമാക്കി തീർത്തു. ഹല്ലേലൂയ. അവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറി ആമേൻ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി, ആമേൻ കൊള്ളാവുന്നവരായി, ആമേൻ ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് നിൽക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ആ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ എപ്പോഴും ആമേൻ അതേ മഹത്വം ആമേൻ കൈവരിക്കുന്നതിനായി ഹല്ലേലൂയ ആ നിലയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഉതകത്തക്ക വിധത്തിൽ കർത്താവ് അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ വചനം പഠിക്കാനും ഹല്ലേലൂയ അവിടുന്ന് ആസൂത്രണം ചെയ്ത ആ വേലയ്ക്കായി നന്നായി ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ ഹല്ലേലൂയ കർത്താവേ കൃപ ലഭിച്ച എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ മഹത്വത്തിനോ വ്യക്തിപരമായ സ്വാർത്ഥപരമായ ആമേൻ കാര്യാതിഥികൾക്കോ ഒന്നുമല്ല കർത്താവേ, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ആമേൻ അവിടുത്തെ പ്രസാദകരമായി ചെയ്യുവാൻ ഉയരത്തിലെ കൃപയാലും ഉയരത്തിലെ ശക്തിയാലും ഇന്ന് രാത്രി എല്ലാവരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ആരും ഒഴിഞ്ഞിരിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ. അവിടുത്തെ ശിഷ്യരാക്കി എല്ലാവരെയും അങ്ങ് മാറ്റിയിരിക്കുകയാണല്ലോ. അവിടുത്തെ മക്കളാക്കി അവിടുന്ന് മാറ്റിയിരിക്കുകയാണല്ലോ. അവിടുന്ന് ഞങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വമുണ്ടല്ലോ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ കൃപയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവേ അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, ആരാധനയെങ്കിൽ ആരാധന, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ, പ്രസംഗമെങ്കിൽ പ്രസംഗം ഹല്ലേലൂയ, പ്രവചനമെങ്കിൽ പ്രവചനം, ദർശനമെങ്കിൽ ദർശനം, വെളിപ്പാടെങ്കിൽ വെളിപ്പാട്, അന്ത്യകാലത്ത് സകല ജനത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവേ, ഈ നാളുകളിൽ അവിടുത്തെ ആത്മാവിനെ പകർന്ന ശുശ്രൂഷ മേഖലയിൽ അങ്ങ് ഉയർത്തുവാൻ കണ്ടിരിക്കുന്ന അഭിഷക്തന്മാർ ശക്തമായി ആമേൻ അതെ അവിടുത്തെ ഹിതാനുസരണം ചുവടുവെച്ച് നിത്യതയ്ക്ക് വേണ്ടി അനേകരെ നേടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ഉയരത്തിൽ അഭിഷേകത്താൽ അങ്ങയുടെ ദാസിദാസന്മാരെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആമേൻ ഞങ്ങളെ അറിയിക്കുക. ആമേൻ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുക. ആമേൻ യൂട്യൂബിൽ ഈ മെസ്സേജ് അവൈലബിൾ ആണ്. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് സെർച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവഹിതമായ നാളെ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ പകലാണ്. ആമേൻ 11 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥന ഓൺലൈനിലൂടെ ഉണ്ടായിരിക്കും. ആമേൻ നിങ്ങൾക്ക് സാഹചര്യം അനുവദനീയമാണെങ്കിൽ കടന്നു വരിക. നാളെ വൈകുന്നേരം നമുക്ക് വീണ്ടും കാണാം. ശുഭരാത്രി.